ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നറിയേണ്ടത്, ഇന്നത്തെ വാർത്തയിലൂടെ ഒരു PSC ഉദ്യോഗാർത്ഥി എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ക്ലാസ്സിലേക്ക് കിടക്കാം. ജനാധിപത്യത്തിന് മേൽ വീണ കരിനിഴൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയ്ക്ക് 50 വർഷം തികയുകയാണ്. എത്രയാണ്? 50 വർഷം. ജനാധിപത്യത്തിന് മേൽ വീണ കരിനിഴൽ എന്നാണ് മാതൃഭൂമി അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എത്ര വർഷമാണ്? 50 വർഷം. 50 വർഷം പിന്നിടുകയാണ് നമ്മുടെ 1975 ജൂൺ 25 പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയ്ക്ക്. കരിദിനത്തിന്റെ ഓർമ്മ. അപ്പൊ ഇവിടെ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയേണ്ടത്, അടിയന്തരാവസ്ഥ കാലത്ത് മിസ തടവുകാരനായി ജയിൽവാസം അനുഭവിച്ച സോഷ്യലിസ്റ്റ് നേതാവ് MB വീരേന്ദ്രകുമാർ. MB വീരേന്ദ്രകുമാറിന്റെ പുസ്തകമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ. എന്താണ്? തിരിഞ്ഞു നോക്കുമ്പോൾ. തിരിഞ്ഞു നോക്കുമ്പോൾ എന്നത് ആരുടെ പുസ്തകമാണ്? ആരുടെ പുസ്തകമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ? MB വീരേന്ദ്രകുമാർ. നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് മിസ തടവുകാരനായി ജയിൽവാസം അനുഭവിച്ച സോഷ്യലിസ്റ്റ് നേതാവാണ് ആര്? MB വീരേന്ദ്രകുമാർ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ. എന്താണ്? തിരിഞ്ഞു നോക്കുമ്പോൾ. ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് ഒരുപക്ഷെ ഇതുമായി റിലേറ്റഡ് ചെയ്ത് ചോദിക്കാം, അല്ലേ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ MB വീരേന്ദ്രകുമാറിന്റെ പുസ്തകം ഏത്? ഓപ്ഷനിൽ തീർച്ചയായും തിരിഞ്ഞു നോക്കുമ്പോഴുണ്ടാകും. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കരുത്, ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കി നമ്മുടെ OMR ഷീറ്റിൽ കൃത്യമായിട്ടും ബബിൾ ചെയ്യുക. ഏതാണ് ഉത്തരം? തിരിഞ്ഞു നോക്കുമ്പോൾ. എന്താണ്? തിരിഞ്ഞു നോക്കുമ്പോൾ. ഒരു ഹേബിയസ് കോർപ്പസ്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഒരു റിട്ടാണ്, അല്ലേ? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. അപ്പൊ കേരളത്തിൽ നിന്നും പോയ ആദ്യത്തെ റിട്ട് ഹർജിയായിരുന്നു ഈശ്വര വാര്യർ സമർപ്പിച്ച റിട്ട് ഹർജി. ഏതായിരുന്നു കേസ്? പ്രശസ്തമാണ്, രാജൻ കേസ്, അല്ലേ? രാജൻ കേസുമായി ബന്ധപ്പെട്ടാണ് ആര് റിട്ട് ഹർജി സമർപ്പിച്ചത്? ഈശ്വര വാര്യർ. രാജന്റെ അച്ഛനായിരുന്നു ആര്? ഈശ്വര വാര്യർ. അദ്ദേഹമാണ് ആദ്യമായി കേരളത്തിൽ റിട്ട് ഹർജി സമർപ്പിച്ചത്. ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ രാജിവെക്കാൻ വരെ ഇടയായ സംഭവമായിരുന്നു ഈ ഒരു ഈശ്വര വാര്യർ കേസ്, അല്ലേ? ഈശ്വര വാര്യർ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് കോളേജ് ഹോസ്റ്റലിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് പിന്നെ ആരും തന്നെ കണ്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് സ്വന്തം മകന്റെ ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. മകന്റെ ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ ആളെ ഹാജരാക്കുക എന്ന രീതിയിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് റിട്ട് സമർപ്പിച്ച വ്യക്തിയാണ് ആര്? ഈശ്വര വാര്യർ. ഇതെന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് ചങ്ങലയിൽ സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസ്. മുൻ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര്? ജോർജ് ഫെർണാണ്ടസ്. ആരാണ്? ജോർജ് ഫെർണാണ്ടസ്. ജോർജ് ഫെർണാണ്ടസ് മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രി, കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ജോർജ് ഫെർണാണ്ടസ്. അപ്പോൾ ഇന്നത്തെ വാർത്ത നിറച്ചും അടിയന്തരാവസ്ഥ തന്നെയാണ്. മറ്റൊരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത്, ഇപ്പോൾ കുറച്ചു മുന്നേ നമ്മുടെ ആക്സിയം 4 ദൗത്യം ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അതിൽ ആരുണ്ട്? നമ്മുടെ ശുഭാംശു ശുക്ലയുണ്ട്, അല്ലേ? ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. കൂടാതെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അപ്പോൾ ശുഭാംശു ശുക്ല ഇന്ന് 2025 ജൂൺ 25 ആക്സിയം 4 ദൗത്യം പുറപ്പെട്ടു കഴിഞ്ഞു. 2025 ജൂൺ 25 ആക്സിയം 4 ദൗത്യം പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ വളരെ സുരക്ഷിതമായി യാത്ര അവസാനിക്കട്ടെ, അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാനാകട്ടെ എന്നുകൂടി നമുക്ക് വിഷ് ചെയ്യാം, അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഇനി വീണ്ടും നമ്മളത് പറയേണ്ട ആവശ്യമില്ല. അവർ കഴിഞ്ഞ ഒരു യാത്ര പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കൃത്യമായിട്ടും ആരൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ദൗത്യങ്ങൾ, ഇന്ത്യയുടെ 7 പേലോഡുകൾ പോകുന്നുണ്ട്, അത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായും കണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. ഇനി വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും അതിനൊരു ചോദ്യം നമുക്കുണ്ടാകും. ഓക്കെ, അപ്പൊ രാഷ്ട്രീയ പശ്ചാത്തലം എന്തായിരുന്നു 1975 ആ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത്? 1966 ജനുവരി 24 അഴിമതി ആരോപണത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. അപ്പൊ അതിനുശേഷം വന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി രാജിവെക്കുന്നു. അതിനടുത്ത തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുന്നു? വൻ ഭൂരിപക്ഷത്തിൽ ഇന്ദിരാഗാന്ധി വിജയിക്കുന്നു. എവിടെ നിന്നാണ് ഇന്ദിരാഗാന്ധി ആ ഇലക്ഷനിൽ ജയിക്കുന്നത്? എവിടെ നിന്നായിരുന്നു? UP യിലെ റായ് ബറേലി. ഏതായിരുന്നു ആ മണ്ഡലം? UP യിലെ
റായിബറേലി, യുപിയിലെ റായിബറേലി മണ്ഡലത്തിൽ നിന്നും ഇന്ദിരാഗാന്ധി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഇത് ഇലക്ഷനിൽ എന്താണ്, എന്തോ ഒരു പിശക് സംഭവിച്ചു, എന്തോ ഒരു അനീതി കാണിച്ചു. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് അഴിമതി ആരോപണം ഉണ്ടായി. ആർക്കെതിരെ? ഇന്ദിരാഗാന്ധിക്കെതിരെ. 1971 തിരഞ്ഞെടുപ്പിലാണ് ഈ സംഭവം. ഒരു തിരഞ്ഞെടുപ്പ് അഴിമതി കുറ്റം ആർക്ക് നേരെ വരികയാണ്? ഇന്ദിരാഗാന്ധിക്കെതിരെ വരികയാണ്. ഇതേ തുടർന്ന് 1975 ജൂൺ 12 എന്ത് ചെയ്യുന്നു? ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കുന്നു. തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് അയോഗ്യത പ്രഖ്യാപിച്ചു. അയോഗ്യത പ്രഖ്യാപിച്ചാൽ അടുത്ത 6 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് എന്ത് പ്രഖ്യാപിച്ചു? അടിയന്തരാവസ്ഥ. അപ്പോൾ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അടിയന്തരാവസ്ഥ ഒപ്പുവെച്ചത്. അപ്പോൾ ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്? ഈ 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ത് ചെയ്യുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു 1975 ജൂൺ 25. ജൂൺ 26 ഇന്ദിരാഗാന്ധി ഇത് ആകാശവാണി വഴി രാജ്യം മുഴുവൻ അറിയിക്കുകയാണ്. എന്താണ്? ആകാശവാണി വഴി ഇത് രാജ്യം മുഴുവൻ അറിയിക്കുന്നു. ഭരണഘടനാ ഭേദഗതി ഉണ്ടായി. 1975 ഓഗസ്റ്റ് 10 അടിയന്തരാവസ്ഥയിൽ നടത്തിയ വിവാദമായ ആദ്യ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. എന്നാണ്? 1975 ഓഗസ്റ്റ് 10 ഭരണഘടനാ ഭേദഗതി, അടിയന്തരാവസ്ഥ കാലത്ത് നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഇത് പ്രകാരം ആർട്ടിക്കിൾ 329A എന്താണ്? ആർട്ടിക്കിൾ 329A അതിപ്പോഴില്ല, അത് നിർത്തലാക്കി. ആർട്ടിക്കിൾ 329A പ്രകാരം പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. എന്താണ്? ആർട്ടിക്കിൾ 329A പ്രകാരം പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. നിലവിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടോ? പ്രധാനമന്ത്രിയുടെയോ സ്പീക്കറുടെയോ തിരഞ്ഞെടുപ്പ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ നിലവിലുണ്ടോ? ഇല്ല അല്ലേ? അതിനർത്ഥം ഈ ആർട്ടിക്കിൾ ഇപ്പോൾ ഇല്ല എന്നാണ്. അപ്പോൾ ഇത്തരം ഒരു വ്യവസ്ഥ നിലവിൽ വന്നു. ഇത് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ആരോപണമുയർന്നു. അപ്പൊ പിന്നീട് എന്ത് ചെയ്തു? ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി ഈ ഭേദഗതി 1976 ഒട്ടേറെ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെച്ച 42ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായി. അപ്പോൾ 1976 42ാം ഭരണഘടനാ ഭേദഗതി എന്തെന്നറിയപ്പെടുന്നു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോഴും പല PSC പരീക്ഷകൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഭേദഗതികൾ പഠിക്കുമ്പോൾ വർഷവും കൂട്ടിച്ചേർത്ത് തന്നെ പഠിക്കുക. അല്ലാതെ ഓരോ ഭേദഗതിയും ഈ വർഷമാണ് എന്ന് പറഞ്ഞ് പഠിക്കാതെ വർഷം കൂട്ടിച്ചേർത്ത് 1976 42ാം ഭേദഗതി അങ്ങനെ തന്നെ പഠിക്കുക. 1978 44ാം ഭേദഗതി ഇങ്ങനെ പഠിച്ചു വരുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് കറക്റ്റ് ആയിട്ട് ആ വർഷം നമുക്ക് ചോദിക്കാറുണ്ട്. 42ാം ഭേദഗതി പാസ്സാക്കിയ വർഷം ഏതാണ്? 1976. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അത് ഡയറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ 50ാം വാർഷികം ആഘോഷിക്കുന്നത് 1975 ജൂൺ 25 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയാണ്. അപ്പോ ഈ കാണുന്നത് എന്താണെന്നറിയോ? ഓപ്പറേഷൻ സിന്ധു. എന്താണ്? ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ട് ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. മലയാളി വിദ്യാർത്ഥികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ എന്ന് തന്നെ നമുക്ക് പറയാം. അവരുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ്. ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് എന്താണ്? ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിലും ഇറാനിലും കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ വിദ്യാർത്ഥികളല്ല ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിന്റെ നീക്കമാണ് ഓപ്പറേഷൻ സിന്ധു. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ആണ്. അതെന്തായിരുന്നു? ഇറാൻ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന US-ന്റെ നീക്കം അല്ലെ? US എന്ത് ചെയ്തു? ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു. അതിന് നൽകിയ പേരാണെന്ത്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത്. ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധു എന്ന്. അപ്പൊ നമുക്ക് തിരിഞ്ഞു പോകരുത്. ഓപ്പറേഷൻ സിന്ധു ഇന്ത്യക്കാരെ രക്ഷിച്ച് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഓപ്പറേഷനാണ്. ഓപ്പറേഷൻസ് ഒന്നും മറക്കരുത്.
കഴിഞ്ഞ പരീക്ഷകൾക്ക് ഓപ്പറേഷൻ സിന്ദൂറും ഇന്ന് നടന്ന ഒരു പരീക്ഷയ്ക്ക് ഓപ്പറേഷൻ ബ്രഹ്മയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ധു എന്താണ്? ഇസ്രായേൽ ഇറാൻ യുദ്ധത്തോടനുബന്ധിച്ച് അവിടെയുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ നീക്കമാണ് ഓപ്പറേഷൻ സിന്ധു. ജയം തുടർന്ന് നീരജ് ചോപ്ര. അപ്പൊ കഴിഞ്ഞ ദിവസം ഡയമണ്ട് ലീഗ് സ്വർണം ആര് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ജാവലിംഗ് ത്രോയിൽ ഡയമണ്ട് ലീഗിൽ സ്വർണ്ണ മെഡൽ ആർക്ക് ലഭിച്ചു? നീരജ് ചോപ്ര, അല്ലെങ്കിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. ആര്? നീരജ് ചോപ്ര. അപ്പൊ വീണ്ടും ഒരു ജയം ആരെ തേടിയെത്തിയിരിക്കുന്നു? നീരജ് ചോപ്രയെ തേടിയെത്തിയിരിക്കുന്നു. ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് മീറ്റിൽ. എന്തിലാണ്? ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് മീറ്റിൽ നീരജ് ചോപ്ര വിജയിച്ചിരിക്കുകയാണ്. ആരാണ്? നീരജ് ചോപ്ര. ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് മീറ്റിൽ നമ്മുടെ ഇരട്ട ഒളിമ്പിക് മെഡൽ ജേതാവാണ് ആര്? നീരജ് ചോപ്ര. നീരജ് ചോപ്രയ്ക്ക് ഒരു സ്വർണ്ണ മെഡലും ലഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡലും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര്? നീരജ് ചോപ്ര. എന്താണ്? ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. മറ്റൊരു പോയിന്റ്, നമ്മുടെ നീരജ് ചോപ്ര ഇങ്ങനെ എറിഞ്ഞിടുന്ന മീറ്റർ എത്രയാണെന്ന് നമ്മുടെ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ നടന്ന പാരീസ് ഡയമണ്ട് ലീഗിൽ 88.16 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര ഒന്നാമതെത്തിയത്. എത്രയാണ്? 88.16 മീറ്റർ. PSCക്ക് ഇഷ്ടമാണ് നീരജ് ചോപ്ര എത്ര ദൂരത്തിൽ എറിഞ്ഞാലും PSC നമ്മളോട് ചോദിക്കും, എത്ര ദൂരമാണ് നീരജ് ചോപ്ര എറിഞ്ഞ് ഒന്നാം സ്ഥാനം നേടിയത്? എത്രയായിരുന്നു? 88.16 മീറ്റർ. ഇത് ഏതാണ്? പാരീസ് ഡയമണ്ട് ലീഗിലെ കാര്യമാണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന പാരീസ് ഡയമണ്ട് ലീഗിൽ. ഗുണപ്പെടാതെ കെൽപ്പാം. എന്താണ് കെൽപ്പാം? പന അധിഷ്ഠിത വ്യവസായങ്ങളുടെ സംരക്ഷണത്തിന് ആരംഭിച്ച കോർപ്പറേഷനാണ് കെൽപ്പാം. നമ്മൾ ഈ കെൽപ്പാമിനെ പറ്റി മുന്നൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നൊങ്ക്, നമ്മൾ ഈ വഴിയരികിൽ വിൽക്കുന്ന എന്ത് വരും? നൊങ്കില്ലേ, ഒരു ബ്രൗൺ കളറിലെ കരിക്ക് പോലെ ഇരിക്കുന്ന സംഭവം, അതൊക്കെ ഇതിൽ വരും. പന ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ഏതിന്റെ കീഴിൽ വരും? കെൽപ്പാമിന്റെ കീഴിൽ വരും. അപ്പോൾ ഈ കെൽപ്പാമിന് അധികം ഗുണമൊന്നും ഇല്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്നും വേണ്ട. എന്താണ് കെൽപ്പാം എന്നറിഞ്ഞാൽ മതി. പന ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ പന അധിഷ്ഠിത വ്യവസായങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കോർപ്പറേഷനാണ് കെൽപ്പാം. ഇപ്പൊ നമ്മുടെ മാതൃഭൂമിയിൽ വന്ന കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കതെല്ലാം പെട്ടെന്ന് നോക്കാം. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ, അപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ 21 11ാമത് യോഗാ ദിനമായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2014 ആദ്യത്തെ യോഗാ ദിനം ആചരിക്കുന്നത്. 2025 കടന്നത് 11ാമത് യോഗാ ദിനമായിരുന്നു. ഈ 11ാമത് യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. ഇത്തരമൊരു നയം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. കൃത്യമായി പഠിക്കുക. രാജ്യത്താദ്യമായി യോഗ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. രാജ്യത്താദ്യമായിട്ട് യോഗ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷിക സമ്മേളനമാണ് 2025 നടന്നത്? അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷിക സമ്മേളനമാണ് 2025 നടന്നത്? എത്രാമതാണ്? 113. എത്രാമതാണ്? 113. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം. അവിടെ വെച്ചിട്ട് തന്നെയാണ് 113ാമത് സമ്മേളനം നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്നതെവിടെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്നത് മനേസർ. മനേസർ ഹരിയാനയിലെ മനേസറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, 2025 ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസ് ആയി സ്കൈ ട്രാക്സ് തിരഞ്ഞെടുത്തത്? 2025 ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസ് ആയി സ്കൈ ട്രാക്സ് തിരഞ്ഞെടുത്തത് ഖത്തർ എയർവേസിനെയാണ്. ഏതിനെയാണ്? ഖത്തർ എയർവേസ്. 9ാം തവണയാണ് ഖത്തർ എയർവേസ് ഈ നേട്ടം കൈവരിക്കുന്നത്. എത്രാം തവണയാണ്?
9ാം തവണ. സിംഗപ്പൂർ എയർലൈൻസ് ആണ് ലോകത്തിലെ മികച്ച 2ാമത്തെ എയർലൈൻസ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസ് ഏതാണ്? ഖത്തർ എയർലൈൻസ് ആണ്. 9ാം തവണയാണ് ഖത്തർ ഈ നേട്ടം കൈവരിക്കുന്നത്. സിംഗപ്പൂരാണ് 2ാം സ്ഥാനത്ത്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്താണ്? ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71 ആണ്. 2024 ഇത് 63 ആയിരുന്നു. അപ്പോ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 2024 ഇത് 63ാം സ്ഥാനത്തായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതി അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നും അർഹനായത് ആര്? ശ്രീജിത്ത് മുത്തേടത്താണ്. കൃതി പെൻഗ്വിനുകളുടെ വൻകരയിൽ. ഇത് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണല്ലേ. ശ്രീജിത്ത് മുത്തേടത്ത് പെൻഗ്വിനുകളുടെ വൻകരയിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതി ഏത്? എന്താണ് 2025 യുവ സാഹിത്യ കൃതി? ആരാണ്? റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിക്ക് അഖിൽ പി ധർമ്മജൻ. കുറച്ച് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചില എഴുത്തുകാരൊക്കെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട. വിമർശനങ്ങൾ ഏൽക്കുന്നതൊക്കെ PSCക്ക് ഇഷ്ടമാണ്. അവരെന്ത് ചെയ്യും? അതിനെടുത്തിടും അല്ലേ. അതിനടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ കൃത്യമായി പഠിച്ചിരിക്കുക. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദി. എഴുതിയത് അഖിൽ പി ധർമ്മജൻ. എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള നഗരമേത്? എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള നഗരം കോപ്പൻഹേഗൻ ആണ്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച ജീവിക്കാൻ ഏറ്റവും മികച്ച നഗരമായി തിരഞ്ഞെടുത്തത്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ ആണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു. ടെണ്ടുൽക്കറും ആൻഡേഴ്സണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. എന്താണ്? ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2025 പാരാ അത്ലറ്റിക്സ് നടക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് കങ്കണ റാവട്ട്. അതിലെ ആനയുടെ പേരെന്താണ്? അതിന്റെ മാസ്കോട്ട് അല്ലെങ്കിൽ ഭാഗ്യചിഹ്നമായ ആനയുടെ പേര് വിരാജ് എന്നാണ്. എന്താണ്? വിരാജ്. വിരാജ് എന്നൊരു ഹാൻഡിക്യാപ്ഡ് അല്ലേ. ഒരു ബ്ലേഡ് കാല് വെച്ച ആനയാണ് എന്ത്? വിരാജ്. അതാണ് അതിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത്. മാലിന്യം നീക്കാൻ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. മാലിന്യം നീക്കം ചെയ്യാൻ ഹരിത കർമ്മ സേനയിലെ അംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ, ഏത് കോർപ്പറേഷനാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. ഏത് കോർപ്പറേഷനാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ട്രൈ സൈക്കിൾ ആണ്. ഏതാണത്? ഹരിതവാഹിനി. അപ്പൊ നമുക്കൊന്ന് റിവിഷൻ നോക്കാം. ഇവിടെ റിവിഷനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നടന്ന പ്യൂൺ എക്സാമിന്റെയും കഴിഞ്ഞ ദിവസം നടന്ന ഹയർ സെക്കൻഡറി ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷയിലും ചോദിച്ചിട്ടുള്ള ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ പേര് പല ആവർത്തി പല ക്ലാസ്സുകളിൽ നമ്മൾ പലതവണ പറഞ്ഞതാണ്. നമുക്ക് ഓപ്ഷൻ ഒന്നും വേണ്ട, എന്നാലും നോക്കാം. ഓപ്ഷൻ എ ഡൊണാൾഡ് ട്രംപ്, ബി കമല ഹാരിസ്, സി മൈക്ക് വാട്സ്, ഡി JD വാൻസ്. ഇതിൽ ആരാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ്? 2025 ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞയും കഴിഞ്ഞിട്ടാണ്. ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആരാണ് ആ വ്യക്തി? ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? ഉത്തരം JD വാൻസ് ആണ്. ഓപ്ഷൻ ഡി JD വാൻസ് ആണ് ഉത്തരമായി വരുന്നത്.
മൈക്ക് വാൾസ് കിടപ്പുണ്ട്, അതുപോലെ ഡൊണാൾഡ് ട്രംപ് കിടപ്പുണ്ട്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ആണ്. JD വാൻസ് ആണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ, ഇത് ആർക്കും തിരിഞ്ഞു പോകാൻ വഴിയില്ല. ഓപ്ഷൻ ഉണ്ട്: ഡോക്ടർ V നാരായണൻ, ഡോക്ടർ S സോമനാഥ്, ഡോക്ടർ K ശിവൻ, ഡോക്ടർ G മാധവൻ നായർ. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമാണെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? സോമനാഥ് ഉണ്ട്, ശിവനുണ്ട്, മാധവൻ നായർ. ഇവരൊക്കെ കഴിഞ്ഞു പോയവരാണ് അല്ലേ. ഇവരൊക്കെ നമ്മള് ഓരോ ചന്ദ്രയാൻ മിഷനിൽ പഠിച്ച പേരുകളാണ്. S സോമനാഥ്, ഡോക്ടർ K ശിവൻ, ഡോക്ടർ G മാധവൻ നായർ. ഓരോ ചന്ദ്രയാൻ മിഷനിൽ പഠിച്ചവരാണ്. ഇവരൊക്കെ കഴിഞ്ഞു. നിലവിലേതാരാണ്? ഡോക്ടർ V നാരായണൻ. ഡോക്ടർ V നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആര് എന്നും എവിടെയാണ് വേദി എന്നും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എവിടെയായിരുന്നു? റിയാദ്. എവിടെയാണ് വേദി? റിയാദ് ആണ് വേദി. ഈ റിയാദ് എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം റിയാദ് ഏത് രാജ്യത്താണെന്ന്. ഏത് രാജ്യത്താണ് റിയാദ്? ഓപ്ഷൻ A സൗദി അറേബ്യ, B കാനഡ, C ബ്രിട്ടൻ, D ചൈന. ഏതാണ്? ഓപ്ഷൻ A സൗദി അറേബ്യ ആണ് അല്ലെ. ഇപ്പൊ അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. ഓപ്ഷൻ A സൗദി അറേബ്യ ആണ്. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ ആണ്. 2027 സ്പോർട്സ് ഒളിമ്പിക്സ് ആണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും അറിയാം. നമ്മുടെ പോർച്ചുഗലിന്റെ ഫുട്ബോൾ താരമായ റൊണാൾഡോ ആണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇതേ ഓപ്പറേഷൻ ബ്രഹ്മ ഈ കഴിഞ്ഞ ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഒരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ആ ഓപ്ഷൻ ഇവിടെ ഉത്തരമായി വരുന്നു, ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്ഷൻസ് നോക്കാം. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങൾക്ക് മുകളിലൂടെ ബഹിരാകാശ യാത്രികരെ നേരിട്ട് കൊണ്ടുപോവുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഓപ്ഷൻ ബി, മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം. ഓപ്ഷൻ സി, വാട്സാപ്പിലൂടെയും മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെയും ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിടുന്നു. ഓപ്ഷൻ ഡി, ഇന്ത്യൻ പൗരന്മാർക്ക് അന്താരാഷ്ട്ര യാത്രകൾ ആധുനികവൽക്കരിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ഓപ്പറേഷൻ ബ്രഹ്മ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ കൃത്യമായിട്ടും കമന്റ് ചെയ്യുക. ഏതാണ്? 2025 മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. എന്താണ്? 2025 മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം താഴെ തന്നിരിക്കുന്നതിൽ ഏത്? ഓപ്ഷൻ എ തങ്കശ്ശേരി, ബി വിഴിഞ്ഞം, സി കായംകുളം, ഡി നീണ്ടകര. ഇതിലേതാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റുമായ തുറമുഖം? ഇപ്പൊ വിഴിഞ്ഞം, ഇതിൽ ഓപ്ഷൻ ബി വിഴിഞ്ഞമുണ്ട്. വിഴിഞ്ഞം ഒരു മത്സ്യബന്ധന തുറമുഖമല്ല. നിലവിലെ വിഴിഞ്ഞം എന്താണ്? ഒരു മത്സ്യബന്ധന തുറമുഖമല്ല, അതൊരു വ്യാവസായിക തുറമുഖമാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നാണ് ഏത്? വിഴിഞ്ഞം. അവിടെ മത്സ്യബന്ധനത്തെക്കാൾ കൂടുതൽ എന്താണ് നടക്കുന്നത്? വ്യവസായമാണ് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്താണ് കച്ചവടങ്ങൾ, വലിയ വലിയ ചരക്ക് കപ്പലുകളാണ് അവിടെ വന്നടിയുന്നത്. അപ്പൊ എന്തായാലും വിഴിഞ്ഞമല്ല. ഇതിന്റെ ഉത്തരമായി വരുന്നത് നീണ്ടകരയാണ്. ഓപ്ഷൻ ഡി നീണ്ടകരയാണ്. കൊല്ലം ജില്ലയിലെ നീണ്ടകരയാണ് ഇതിന് ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെ? ഓപ്ഷൻ എ വിഴിഞ്ഞം, ബി ശാസ്താംപാറ, സി ഇടമലക്കുടി, ഡി അരുവിക്കര. അപ്പൊ ഇതിലേതാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും എവിടെയാണ് നിലവിൽ വരുന്നത്? എവിടെയാണ്? അറിയാവുന്നവരെല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഉത്തരമായി വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ശാസ്താംപാറ തിരുവനന്തപുരം. ശാസ്താംപാറ തിരുവനന്തപുരം. അടുത്ത ചോദ്യം നോക്കാം. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? എന്തിന്റെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് ഓപ്ഷൻ ഒന്നും വേണ്ട. കോവിഡ് വാക്സിൻ, ഇലക്ട്രോഫൈൽ, ക്വാണ്ടം ഡോട്ട്, ന്യൂക്ലിയോഫൈൽ. ഏതാണ്? ഇതിൽ ഏതിനാണ് 2023 രസതന്ത്ര നൊബേൽ ലഭിച്ചത്? ഏതിനാണ്? അതിന്റെ ഉത്തരമായി വരുന്നത് ഏതാണ്?
ഓപ്ഷൻ സി ആണല്ലേ, ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ് ആണ് ഇതിന്റെ ഉത്തരമായി വരുന്നത്. 2023 രസതന്ത്ര നൊബേൽ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് 2024 രസതന്ത്ര നൊബേൽ ചോദിച്ചു. ഇതിൽ 2023 രസതന്ത്ര നൊബേലാണ് ചോദിച്ചിരിക്കുന്നത്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ, നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് എങ്ങനെയാ പഠിക്കുന്നത്? ഓരോ ന്യൂസ് വരുന്നു, അതിൽ അതുമായി റിലേറ്റഡ് ചെയ്ത് ഏത് മന്ത്രി അല്ലെങ്കിൽ ഏത് ചെയർമാനാണോ പറയുന്നത് അത് നമ്മൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മൾ പലതവണ പറഞ്ഞു പോയിട്ടുണ്ട് ഈ പേര്. ഓപ്ഷൻ എ ജി സതീഷ് റെഡ്ഡി, ബി എസ് ക്രിസ്റ്റഫർ, സി എം നടരാജൻ, ഡി ഡോക്ടർ സമീർ വി കാമത്ത്. ആരാണ് ഇതിലെ ഉത്തരമായി വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? എല്ലാവരും കമന്റ് ചെയ്തേ. ഏതാണ് ഉത്തരം? ഡോക്ടർ സവീർ വി കാമത്ത്. ഡോക്ടർ സവീർ വി കാമത്ത് ആണ് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹമായ കുമുദിനി രജനീകാന്ത് ലിഖിയ ഏത് മേഖലയിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ്? ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. രജനീകാന്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സിനിമയൊന്നും അല്ല, ചലച്ചിത്രം എന്തായാലും ഓപ്ഷനിൽ ഒരു പക്ഷെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു പോയതാണ്. ഓപ്ഷൻ എ സംഗീതം, ബി നൃത്തം, സി സാഹിത്യം, ഡി ചിത്രകല. ഇതിൽ ഏത് മേഖലയിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് കുമുദിനി രജനീകാന്ത് ലിഖിയ? ഏതാണ്? എല്ലാരും കമന്റ് ചെയ്ത് ഏതാണ്? നൃത്തമാണ്. ഏതാണ്? നൃത്തം. നൃത്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? കുമുദിനി രജനീകാന്ത് ലിഖിയ. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. ഇതും വാർത്തയിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു പോയ കേസാണ്. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി ഏപ്രിലാണ്. നോക്കൂ, ജൂണിൽ നടന്ന എക്സാമിന് കൃത്യം 2 മാസം മുന്നേ മെയിലെ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മാസം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ എ ശാരദാ മുരളീധരൻ, ബി എ ജയതിലക്, സി പി വേണു, ഡി VP ജോയ്. ഇവരെല്ലാവരും നമ്മുടെ ചീഫ് സെക്രട്ടറി ആയ വ്യക്തികളാണ്. ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി എ ജയതിലകാണ്. നിലവിലെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി, 50ാമത് ചീഫ് സെക്രട്ടറിയാണ് ആര്? എ ജയതിലക്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്രഹ്മ, ഓപ്പറേഷൻ മേഘദൂത്, ഓപ്പറേഷൻ സിന്ദൂർ. നമുക്കിത് ക്ലിയർ ആയിട്ട് അറിയാം. ഓപ്പറേഷൻ ബ്രഹ്മ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു അല്ലേ, മ്യാൻമറിൽ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ ഉത്തരം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഓപ്ഷൻ ഡി. ഇതിൽ ഓപ്പറേഷൻ സിന്ധു ഇനി വരുന്ന പരീക്ഷകളിൽ ചേർക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഓപ്പറേഷൻ സിന്ധു. തിരിഞ്ഞു പോകരുത്. ഓപ്പറേഷൻ സിന്ധു ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കേന്ദ്രത്തിന്റെ നീക്കമാണ്. ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഇവിടെയാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് മാതൃകയാകുന്നത്. PSCക്ക് മാതൃകയാകുന്നു. RS ഗവായി, BR ഗവായി. നമ്മൾ ഓപ്ഷൻസ് ഇങ്ങനെയാണ് ഇടാറ്: RS ഗവായി, BR ഗവായി. ബാക്കി രണ്ടും വേണ്ട. ഇതൊക്കെ മുൻ ചീഫ് ജസ്റ്റിസുമാരാണ്. സഞ്ജീവ് ഖന്നയും DY ചന്ദ്രചൂഡും. നമ്മൾ പല ക്ലാസ്സിലും ഇങ്ങനത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിക്കുക എന്ന് വീണ്ടും പറയുകയാണ്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് PSC തെളിയിക്കുകയാണ്. ഇതിൽ ഏതാണ് നമ്മുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്? RS ഗവായി ആണോ BR ഗവായി ആണോ? ആരാണ്? നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, BR ഗവായി. ആരാണ്? BR ഗവായി. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? ഞാൻ ഈ സഹകാരി ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പറയുന്ന പേരാണ്. അതായത് ഞാൻ 2024 ജൂലൈ മുതൽക്കാണ് സഹകാരി കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുത്തു തുടങ്ങിയത്. അന്ന് മുതൽക്കേ ഞാൻ പറയുന്ന ഒരു പേരാണ്. 2024 ജൂലൈ 15 മുതൽ, അന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ, ഇനി വരാൻ പോകുന്നു ജൂലൈ 15 മുതൽ ഇദ്ദേഹമാണ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനാകുന്നത് എന്ന് പറഞ്ഞു പോയ പേരാണ്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ എ വിക്രം മിസ്ട്രി, ബി വിനയ് മോഹൻ കോത്വ, സി വിജയ് കേശവ് ഗോഖലെ, ഡി എസ് ജയശങ്കർ. അപ്പൊ ഇതിലെല്ലാവരെയും ഒരുവിധം എല്ലാവരെയും നമുക്ക് അറിയാവുന്നതാണ്. എസ് ജയശങ്കർ നമ്മുടെ വിദേശകാര്യ മന്ത്രിയാണ്. അപ്പോൾ അത് കറുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രിയാണ്. വിനയ് മോഹൻ കോത്വ അല്ലെങ്കിൽ വിനയ് മോഹൻ കോത്ര അദ്ദേഹത്തിന് ശേഷമാണ് ഇദ്ദേഹം വരുന്നത്. അതായത് 2024 ജൂലൈ 15 വരെ വിജയ് മോഹൻ കോത്വയായിരുന്നു. അപ്പോൾ അത് അറിയാത്തവർ എന്ത് ചെയ്യും? ഇത് ബബിൾ ചെയ്യും അല്ലേ? എപ്പോഴും നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോയിന്റ്മെന്റ്സ് മാറി വരും. അപ്പോൾ മാറ്റി എഴുതാത്തവർ എന്തായാലും ബി ഓപ്ഷനിലേക്ക് പോകും. ബിയുമല്ല, ഇതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ
വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി? ഉത്തരം എന്താണ്? ഓപ്ഷൻ എ വിക്രം മിശ്രി. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം? ഓപ്ഷൻ എ മൈസൂർ, ബി ബാംഗ്ലൂർ, സി പൂനെ, ഡി ന്യൂഡൽഹി. ഏതാണ് 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം? ഏതാണ്? മൈസൂരാണോ, ബാംഗ്ലൂർ ആണോ, പൂനെ ആണോ, ന്യൂഡൽഹി ആണോ? ഏതാണ്? ന്യൂഡൽഹി ആണ്. എന്താണ് ഉത്തരം? ന്യൂഡൽഹി. ഓപ്ഷൻ ഡി ന്യൂഡൽഹി ആണ് ഉത്തരം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ആനുകാലിക വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്